ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കാടമുട്ട ഫ്രൈ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 9 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കാടമുട്ടയിൽ നന്നായിട്ട് തന്നെ ഈ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നല്ലപോലെ മസാല പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാൻ ശേഷം നമുക്കതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാല തേച്ച് വെച്ച കാടമുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കാടമുട്ട നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള, ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാള ഈ എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നേരം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാടമുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ, പിന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.